You are watching Malabar Safari. ഹായ് സുഹൃത്തുക്കളെ, മലബാർ സഫാരിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൻ്റെ ചരിത്രതാളുകളിൽ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ മാമാങ്കത്തിൻ്റെ പതിനായിരക്കണക്കിന് ചാവേറുകളുടെ ചോരമണക്കുന്ന, ഇന്നും ഒരുപാട് ചരിത്രശേഷിപ്പുകൾ ബാക്കി നിൽക്കുന്ന, തിരുനാവായയിൽ പലയിടങ്ങളിലായി ചിന്നിച്ചിതറിക്കിടക്കുന്ന ചരിത്രശേഷിപ്പുകൾ തേടിയാണ് ഇന്ന് മലബാർ സഫാരിയുടെ യാത്ര. അതെ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തിരുനാവായയിലേക്കാണ്. ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് മാമാങ്കവും മാമാങ്കത്തെക്കുറിച്ചുള്ള ചെറിയ ചരിത്രവും ഇവിടെ വന്നാൽ ഇന്ന് കാണാൻ സാധിക്കുന്ന കുറച്ച് ചരിത്രശേഷിപ്പുകളുമാണ്. ഇനി നമുക്ക് മാമാങ്കത്തിൻ്റെ കുറച്ച് ചരിത്രം പറയാം. ചേര രാജാക്കന്മാരാണ് മാമാങ്കത്തിന് തുടക്കമിട്ടത് എന്നാണ് പറയുന്നത്. ഏകദേശം AD 800-നും AD 1000-നുമിടയിൽ 12 വർഷം കൂടുമ്പോൾ ശകവർഷത്തിലെ മാഘമാസത്തിലെ മകം നക്ഷത്രത്തിൽ 28 ദിവസം ഏകദേശം ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന 12ഓളം രാജ്യത്തെ കച്ചവട സാധനങ്ങൾ ഇവിടെ എത്തിച്ച് വിൽപ്പന നടത്തുകയും ഇവിടുത്തെ നാട്ടുരാജാക്കന്മാരുടെ ഉൽപ്പന്നങ്ങളും നാടൻ വിഭവങ്ങളും കലാസാംസ്കാരിക രംഗത്തുള്ളവരുടെ വിവിധ ഇനം പരിപാടികളും ആയോധന കലകളിലെ മികവ് തെളിയിക്കലും നൃത്ത പരിപാടികളും ഒക്കെയായി നടത്തിപ്പോന്നിരുന്ന വലിയ ഒരു വാണിജ്യ വ്യവസായമായിട്ടായിരുന്നു ആദ്യം ഇവിടെ മാമാങ്കത്തിന് തുടക്കമിട്ടത്. ഇന്ന് ഭരണചക്രം തിരിയുന്നത് 5 വർഷം കൂടുമ്പോഴാണെങ്കിൽ അന്നത്തെ കാലത്ത് ഭരണചക്രം തിരിഞ്ഞിരുന്നത് 12 വർഷം കൂടുമ്പോഴാണ്. അടുത്ത 12 വർഷത്തേക്കുള്ള ഭരണാധികാരിയെ തിരഞ്ഞെടുക്കുന്നതും ഈ മാമാങ്കവേദിയിൽ വെച്ചായിരുന്നു. ചരിത്രശേഷിപ്പുകളിലെ നിലപാട് തറ എന്നറിയപ്പെടുന്ന നിലപാട് തറയിൽ വെച്ചാണ് ഭരണമാറ്റം നടത്തിപ്പോന്നിരുന്നത്. ചേര രാജാക്കന്മാരുടെ കാലശേഷം ഏകദേശം 14-ാം നൂറ്റാണ്ടോടുകൂടി ചേരമാൻ പെരുന്നാൾ എന്ന ഭരണാധികാരി അധികാരത്തിൽ വരികയും മാമാങ്കത്തിൻ്റെ രക്ഷാധികാരിയായിരിക്കെ തന്നെ 12 വർഷം തികയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഇസ്ലാം മതം സ്വീകരിച്ച് മക്കയിലേക്ക് പലായനം ചെയ്യുകയും തൻ്റെ അധീനതയിലുള്ള രാജ്യങ്ങളൊക്കെയും മറ്റു നാട്ടുരാജാക്കന്മാർക്ക് വീതിച്ചു നൽകുകയും തിരുനാവായ ഉൾപ്പെടുന്ന ഈയൊരു ദേശം വള്ളുവ കോനാതിരി എന്ന നാട്ടുരാജാവിൻ്റെ കീഴിൽ അകപ്പെടുകയും മാമാങ്കത്തിൻ്റെ പുതിയ രക്ഷാധികാരി വള്ളുവ കോനാതിരി ആവുകയും ചെയ്തതോടുകൂടി കോഴിക്കോടിലെ അന്നത്തെ ഭരണാധികാരിയായിരുന്ന സാമൂതിരിക്ക് ഈ ഭരണപരിഷ്കാരത്തിൽ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പെരുമാൾ രാജാവിൻ്റെ അടുത്ത് പോയി പരാതി പറയുകയും ദേശത്തിൻ്റെ അധികാരം എൻ്റെ അധീനതയിലാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. എന്നാൽ പെരുമാൾ രാജാവിന് അത് തീരെ ഇഷ്ടമല്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ യുദ്ധം ചെയ്ത് അത് തിരിച്ചു പിടിച്ചോളൂ എന്നായിരുന്നു. അങ്ങനെ മാമാങ്കം നടന്നുകൊണ്ടിരിക്കെ ദേശം തിരിച്ചു പിടിക്കാനായി സാമൂതിരി രാജാവ് വലിയൊരു സേനയുമായി വന്ന് വെള്ളുവ കോനാതിരിയോട് യുദ്ധം ചെയ്യുകയും വെള്ളുവ കോനാതിരിയുടെ കയ്യിൽ തന്നെ മാമാങ്കത്തിൻ്റെ രക്ഷാധികാരം വന്നു ചേരുകയും ചെയ്തു. ഈ ഒരു യുദ്ധത്തിൽ വെള്ളുവ കോനാതിരിയുടെ ശക്തരായ ഒരുപാട് പടയാളികൾ കൊല്ലപ്പെട്ടതോടുകൂടിയാണ് മാമാങ്കത്തിൻ്റെ രൂപവും ഭാവവും മാറുന്നത്. പിന്നീട് കോഴിക്കോടിൻ്റെ രാജാവായിരുന്ന സാമൂതിരിയുടെ യുദ്ധതന്ത്രങ്ങൾ ചെറുക്കുന്നതിൻ്റെ ഭാഗമായി ശക്തരായ പടയാളികളെ തൻ്റെ സേനയിൽ ചേർക്കുകയും 10,000-കണക്കിന് വരുന്ന ചാവേറുകളെ അയച്ച് സാമൂതിരിയെ കൊല്ലാൻ ശ്രമിക്കുകയും പിന്നീടുണ്ടായ ഓരോ മാമാങ്കത്തിലും സാമൂതിരിയെ വധിക്കാനായി 10,000-കണക്കിന് ചാവേറുകളെ അയച്ച് സാമൂതിരിയെ കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് ചരിത്രം. മാമാങ്കത്തിൻ്റെ ചരിത്രശേഷിപ്പുകൾ തിരുനാവായയിൽ ചെന്നാൽ ഇന്നും കാണാൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ടതാണ് പഴക്കാമണ്ഡപം, നിലപാട് തറ, മണിക്കിണർ,
ചങ്ങമ്പള്ളി കളരിയും തറയും, മരുന്നറ എന്നിവയൊക്കെ. ഞാൻ മനസ്സിലാക്കിയ മാമാങ്കത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറഞ്ഞു വെക്കുന്നത്. ചരിത്രതാളുകളിൽ വ്യത്യസ്തമായ കഥകളും കാണാൻ കഴിയും. ഇതാണ് നിലപാട് തറ. ദേശത്തിൻ്റെ രക്ഷാധികാരിയാണ് അടുത്ത 12 വർഷത്തേക്കുള്ള രക്ഷാധികാരിയെ തിരഞ്ഞെടുക്കുന്നതും മറ്റു പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഒക്കെ നിലപാടുകളും ഒക്കെ എടുക്കുന്നത് ഇവിടെ വച്ചാണ്. തിരുനാവായ ക്ഷേത്രത്തിൻ്റെ 1 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെയാണ് ഈ ചരിത്രശേഷിപ്പുകൾ ഒക്കെയും സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഇത് കേരള പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷിത മേഖലയിലാണ്. ഇതാണ് ചരിത്രപ്രസിദ്ധമായ മണിക്കിണർ. മണിക്കിണറിൻ്റെ ചരിത്ര പ്രാധാന്യം നോക്കാം. ഓരോ മാമാങ്കത്തിനും 10,000-കണക്കിന് വരുന്ന ചാവേറുകളെയാണ് സാമൂതിരി രാജാവിനെ കൊല്ലാനായി വെള്ളുവ കോനാദ്രി രാജാവ് അയച്ചിരുന്നത്. ഈ യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ടിരുന്ന ചാവേറുകളെ അടക്കം ചെയ്തിരുന്ന കിണറാണ് മണിക്കിണർ. കൊല്ലപ്പെടുന്ന 10,000-കണക്കിന് ചാവേറുകളെ കൊണ്ടുവന്ന് ഡംപ് ചെയ്ത് ആനകളെ കൊണ്ട് ചവിട്ടിത്താത്തി എന്നാണ് ചരിത്രം പറയുന്നത്. ഇനി നമുക്ക് ചാവേറുകൾ ആരായിരുന്നു എന്ന് നോക്കാം. ചാവേറുകളുടെ ചരിത്രം പറയാൻ ഏറ്റവും ഉചിതമായത് ഈ മണിക്കിണറിൻ്റെ കൽപ്പടവുകൾ തന്നെയാണ്. ചാവേറുകൾ എന്ന് പറഞ്ഞാൽ സ്വയം മരിക്കാൻ തയ്യാറായിട്ടുള്ള, എന്തിനും തയ്യാറായി വരുന്ന ശക്തരായ പടയാളികൾ ആയിരുന്നു. സാമൂതിരിയെ കൊല്ലാൻ എന്തിനും തയ്യാറായി വരുന്ന വള്ളുവനാട്ടിൽ തന്നെയുള്ള പടയാളികളെ വെള്ളുവ കോനാതിരി രാജാവ് തയ്യാറാക്കി വച്ചിരുന്നു. ഓരോ മാമാങ്കത്തിനും 10,000-കണക്കിന് വരുന്ന ചാവേറുകളെയാണ് വെള്ളുവ കോനാതിരി രാജാവ് തയ്യാറാക്കി വച്ചിരുന്നത്. ഇങ്ങനെ തയ്യാറാക്കുന്ന പടയെയാണ് ചാവേർപ്പട എന്ന് അറിയപ്പെട്ടിരുന്നത്. വെള്ളുവ നാട്ടിലെ ഓരോ നമ്പൂതിരി സമുദായത്തിൽ നിന്നും ഒരു ആൺതരിയെങ്കിലും ചാവേർപ്പടയിൽ ചേരണം എന്നായിരുന്നു കൽപ്പന. വെള്ളുവനാട് എന്ന് അറിയപ്പെട്ടിരുന്നത് മണ്ണാർക്കാട്, പെരിന്തൽമണ്ണ തുടങ്ങിയ ദേശങ്ങളായിരുന്നു അന്ന് വെള്ളുവനാട് എന്ന് അറിയപ്പെട്ടിരുന്നത്. 18 വയസ്സ് തികഞ്ഞതിന് മുമ്പ് തന്നെ എല്ലാ ആയോധന മുറകളും പഠിപ്പിച്ച് ചാവേർപ്പടയിൽ ചേർത്ത് തയ്യാറാക്കി വെച്ചിരുന്നു വെള്ളുവ കോനാതിരി രാജാവ്. ഇങ്ങനെ തയ്യാറാക്കി വെച്ചിരുന്ന ചാവേർപ്പടകൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഹിന്ദു മതാചാരപ്രകാരം മരണശേഷം നടത്തിപ്പോരുന്ന എല്ലാ ശേഷക്രിയകളും ചെയ്തിട്ടാണ് അന്ന് ചാവേർപ്പടയിൽ ചേർന്ന ഓരോ പടയാളിയും പോന്നിരുന്നത്. തിരിച്ചു വരുമെന്ന് ഒരു ഉറപ്പും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരുന്നത് എന്ന് ചരിത്രങ്ങളിൽ കാണാം. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് മരുന്നറയാണ്. മരുന്നറ എന്ന് പറയുന്നത് പാറ തുരന്ന് ഗുഹ പോലെ ഉണ്ടാക്കി വെച്ചതാണ് മരുന്നറ. ഇതിന് 3 അറകളുണ്ട്. ഒരു വലിയ അറയും അതിനുള്ളിലൊരു ചെറിയ അറയും ആ ചെറിയ അറക്കുള്ളിൽ വേറൊരു ചെറിയ അറയും, അങ്ങനെ 3 അറകളായിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. 3 കാര്യങ്ങൾക്കാണ് ഇത് ഉപയോഗിച്ചിരുന്നത് എന്ന് പറയപ്പെടുന്നു. 1. മാമാങ്കത്തിൽ പങ്കെടുക്കുന്ന പടയാളികൾക്ക് പറ്റുന്ന മുറിവുകളിൽ പുരട്ടാനുള്ള മരുന്നുകൾ സൂക്ഷിച്ചിരുന്ന അറയാണെന്നും 2. മാമാങ്കത്തിലെ പടയാളികളുടെ പടക്കോപ്പുകൾ സൂക്ഷിച്ചിരുന്ന അറയാണെന്നും 3. സാമൂതിരി രാജാവിൻ്റെ അമൂല്യമായ നിധിശേഖരം സൂക്ഷിച്ചിരുന്ന അറയാണെന്നും പറയപ്പെടുന്നു. ആധുനിക കാലഘട്ടത്തിൻ്റെ ഒരു ഉപകരണവുമില്ലാതെ അക്കാലത്ത് പരിമിതമായ ഉപകരണങ്ങൾ വെച്ച് നിർമ്മിച്ചതാണെന്ന് ഓർക്കുമ്പോൾ ഇതിൻ്റെ
നിർമ്മാണ രീതി ആശ്ചര്യപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. കയറി ചെല്ലുന്ന ആദ്യത്തെ ഭാഗം ഒരാൾക്ക് നിൽക്കാൻ പാകത്തിന് ഉള്ളതാണെങ്കിൽ മറ്റു 2 അറകൾ വളരെ ചെറുതാണ്. വളരെ സൂക്ഷ്മതയോടും ഞെരുങ്ങിയും ഒതുങ്ങിയും വേണം ഉള്ളിലേക്ക് പ്രവേശിക്കാൻ. ഇതിൻ്റെ ഓരോ ഭാഗവും വളരെ സൂക്ഷ്മതയോടു കൂടി തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഓരോ ഭാഗവും കാണുമ്പോൾ, അതിൻ്റെ ഫിനിഷിംഗ് കാണുമ്പോൾ ആധുനികതയുടെ ഒരു സംവിധാനങ്ങളും ഇല്ലാത്ത കാലത്താണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് എന്ന് ഓർക്കുമ്പോൾ ആശ്ചര്യം തോന്നുന്നു. വളരെ ശാസ്ത്രീയമായി തന്നെയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. മഴ പെയ്താൽ വെള്ളം പുറത്തോട്ട് പോകാൻ ഒരു ഹോളും ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന വഴി വളരെ ഇടുങ്ങിയതാണ്. ഒരാൾക്ക് കഷ്ടിച്ച് നടന്നു പോകാൻ മാത്രമേ കഴിയൂ. ഇത് സംരക്ഷിത മേഖല ആയതുകൊണ്ട് തന്നെ വളരെ വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ട് ഇവിടം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ അറക്ക് മുകളിലാണ്. ഒരു കുന്നിൻ മുകളിലായിട്ടാണ് ഇത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അടുത്തതായി നമ്മൾ വന്നിട്ടുള്ളത് ചങ്ങമ്പള്ളി കളരിയിലാണ്. വളരെ മനോഹരമായി ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് തന്നെയാണ് ചങ്ങമ്പള്ളി കളരി കാണാൻ കഴിയുക. ഇതാണ് ചങ്ങമ്പള്ളി കളരിയുടെ പ്രവേശന കവാടം. ഉള്ളിലേക്ക് കടന്നു ചെന്നാൽ വലതുഭാഗത്തായി ഒരു കളരിത്തറ കാണാം. മാമാങ്കത്തിന് തയ്യാറാക്കുന്ന ചാവേർപ്പടകളെ ഇവിടെ വെച്ചാണ് ആയോധന മുറകൾ പഠിപ്പിക്കുന്നത് എന്ന് പറയപ്പെടുന്നു. ഇതാണ് ചങ്ങമ്പള്ളി കളരി. ഇത് പണ്ട് കാലങ്ങളിൽ മാമാങ്കത്തിൽ പരിക്കേറ്റവരെ ചികിത്സിക്കാനും ആയുധമുറകൾ അഭ്യസിക്കാനും നിർമ്മിക്കപ്പെട്ടതാണെന്ന് പറയപ്പെടുന്നു. 40 അടി കളരി എന്നൊരു പേര് കൂടി ഇതിനുണ്ട്. ഇതിൻ്റെ വിസ്തീർണം വെച്ചാകാം അങ്ങനെ ഒരു പേര് വന്നത്.
ഇതാണ് പഴുക്കാമണ്ഡപം. നിളാ നദീതീരത്താണ് ഇത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. മാമാങ്കം നടക്കുന്ന സമയത്ത് പൗരപ്രമുഖരും നാട്ടുരാജാക്കന്മാരും ഇവിടെ നിന്നാണ് കാണുന്നത് എന്ന് ചരിത്രങ്ങളിൽ കാണാം. ഇപ്പോൾ ഇതിനകത്തേക്ക് പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. വളരെ ഭംഗിയായി തന്നെ ഇത് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. തിരുനാവായ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലായി നിളാ നദിയോട് ചേർന്നായിട്ടാണ് ഇത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. എല്ലാത്തിനും മൂകസാക്ഷിയായി നിളാ നദീതീരം. ചാവേറുകളുടെ ഗദ്ഗതം ഇപ്പോഴും അലയടിക്കുന്നുണ്ടാവും, ഒപ്പം അധികാരവർഗത്തിൻ്റെ അലർച്ചയും. മാമാങ്കത്തിൻ്റെ ഈ അധ്യായം ഇവിടെ തീരുകയാണ്. പുതിയ വിശേഷങ്ങളും കാഴ്ചകളുമായി മലബാർ സഫാരി വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ്. യാത്രകൾ തുടരും. You are watching Malabar Safari.